അടിയന്തരാവസ്ഥയുടെ ഒരു പീഡിതൻ കൂടിയാണ് ഈ മനുഷ്യൻ മുരുകായസ്ഥ. അടിയന്തരാവസ്ഥയിൽ ദില്ലിയിൽ JNUവിൽ സമരം നടക്കുന്നു. ഇദ്ദേഹം അവിടെ റിസർച്ച് വിദ്യാർത്ഥിയും SFIയുടെ പ്രവർത്തകനും ഒക്കെയാണ്. ആ കാലത്ത് തന്നെയാണ്. ആ കാലത്ത് അദ്ദേഹം അവിടെ റിസർച്ച് നടത്തുകയാണ്. സയൻസ് വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം. ശാസ്ത്ര പ്രചാരകൻ കൂടിയായിട്ടാണ്, ശാസ്ത്രജ്ഞനും ശാസ്ത്ര പ്രചാരകനുമായിട്ടാണ് പിന്നീട് വരുന്നത്. എഞ്ചിനീയറാണ്. പക്ഷേ ആ കോളേജിലേക്ക് ഒരു ദിവസം ഒരു കറുത്ത അംബാസഡർ കാർ കടന്നു വരുന്നു. അതിൽ മഫ്റ്റി വേഷധാരികളായ പോലീസുകാരിയ്ക്കുന്നു. അവർ വന്നിട്ട് അവിടുത്തെ പ്രസിഡന്റ്, യൂണിയൻ പ്രസിഡന്റ്, JNU യൂണിയന്റെ പ്രസിഡന്റ് ദേവി പ്രസാദ് ത്രിപാഠിയെ അന്വേഷിക്കുന്നു. ഇദ്ദേഹമാണ് എന്ന് ധരിച്ച് ഇദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളല്ലേ ത്രിപാഠി എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാതെ ഇയാളെ പിടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഒരു കേസുമില്ല, തെറ്റി അറസ്റ്റ് ചെയ്തതാണ്. തലേ ദിവസം മേനകാ ഗാന്ധിയും അന്ന് അവിടെ പഠിക്കുന്നുണ്ട്. മേനകാ ഗാന്ധി ക്ലാസ്സിൽ കയറുന്നതിന് ഈ സമരത്തിൻ്റെ ഭാഗമായി കുട്ടികൾ തടഞ്ഞു. ത്രിപാഠി അടക്കമുള്ളവർ തടഞ്ഞു. ആ ദേഷ്യം വെച്ച് സഞ്ജയ് ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ത്രിപാഠിയെ പൊക്കാനാണ് പോലീസുകാർ മഫ്റ്റി വേഷത്തിൽ കോളേജിലേക്ക് വന്നത്, സർവകലാശാലയിലേക്ക് വന്നത്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് തെറ്റിദ്ധരിച്ച് അറസ്റ്റ് ചെയ്തതാണെന്ന് പറയാൻ പോലീസുകാരന് ധൈര്യമില്ല. കാരണം സഞ്ജയ് ഗാന്ധിയുടെ നിർദ്ദേശമാണ്, അടിയന്തരാവസ്ഥയാണ്. അപ്പോൾ മിസ കുറ്റത്തിൽപ്പെടുത്തി ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നു. അത് പിന്നീട് ഷാ കമ്മീഷൻ കണ്ടെത്തുന്നുണ്ട്. ഒരു കൊല്ലം കഴിഞ്ഞ് ഇദ്ദേഹത്തെ വിട്ടയച്ചെങ്കിലും നിരപരാധിയായൊരു മനുഷ്യനെ തെറ്റായി പിടികൂടി അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് കുറ്റം ചുമത്തുകയാണ് എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടി ചരിത്രം ആ മനുഷ്യനോട് ഈ അപരാധം ചെയ്യുന്നു. ഒരിക്കൽ കൂടി അടിയന്തരാവസ്ഥയുടെ ആ ഓർമ്മ ഉയർത്തുന്ന അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിൽ നമ്മളെത്തി എന്ന് തൻ്റെ ഈ ത്യാഗത്തിലൂടെ നമ്മളോട് വിളിച്ചു പറയുകയാണ് തുരകായസ്ഥ എന്നുകൂടി നമ്മൾ പറയേണ്ടതുണ്ട്.